യൂത്ത് കോൺഗ്രസുകാരുടെ അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ ദിവസം തൊട്ട് കേരളക്കര കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തിനു കൊള്ളാം യൂത്ത് കോൺഗ്രസിനെ എന്ന് ചോദിച്ചവർക്ക് മുന്നിലൂടെയാണ് പോലീസുകാരന്റെ കാക്കി പോലും ഊരിയെറിയുന്ന മിന്നും പ്രകടനം യൂത്ത് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. കേരളത്തിലെ CPM ഭരിക്കുന്ന കാലം അത്രയും ഇനിയും യൂത്ത് കോൺഗ്രസ് സമരമുറകൾ പയറ്റിക്കൊണ്ടേയിരിക്കും. കാരണം ഈ സർക്കാർ ഏറ്റവും അധികം പറ്റിച്ചത് യൂത്തന്മാരെയാണ്. യൂത്തിനെ പറഞ്ഞു പറ്റിച്ചില്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഇക്കാലം അത്രയും ഈ സർക്കാർ ചെയ്തു കൂട്ടുന്നത്. അത് ജോലിയും കൂലിയും മറ്റെന്ത് കാര്യമാണെങ്കിലും. ഇപ്പോൾ അവസാനമായി ഇതാ മെസ്സി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർ GCDA ഓഫീസിൽ കയറി പന്ത് കളിച്ചത്. ഇവിടെ കാക്കി അഴിച്ചു വെച്ച് പോലീസുകാർക്ക് ഞങ്ങളോടൊപ്പം സമരം ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ത് നാശനഷ്ടം വന്നാലും പോലീസ് തന്നെയായിരിക്കും ഉത്തരവാദി എന്നും പറയുന്നുണ്ട്. GCDA ഓഫീസിന് അകത്ത് കയറി ഫുട്ബോൾ കളിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മൈക്കോ ക്യാമറയോ ആ പരിസരങ്ങളിൽ ഒരിടത്ത് പോലും കാണാനുണ്ടായിരുന്നില്ല എന്നത്. മാങ്കൂട്ടം വിഷയമടക്കം എല്ലാ കഥകളും മാലപ്പടക്കം പൊട്ടിച്ച ടീമാണ്. പക്ഷേ ഇപ്പൊ വാ തുറക്കാനോ ക്യാമറ പിടിക്കാനോ പറ്റാത്ത തരത്തിൽ പൂട്ടിക്കെട്ടൽ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് കാരണവും യൂത്ത് കോൺഗ്രസ് തന്നെ. അവിടെ പോലീസുകാരോടായി ചില കാര്യങ്ങൾ കൂടി പ്രതിഷേധത്തിനിടയിൽ യൂത്ത് കോൺഗ്രസുകാർ കാര്യമായി തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ആ വീഡിയോ രംഗങ്ങൾ ഒന്ന് കാണാം. കാര്യങ്ങളെയും ഈ വക ഷോ നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്തു. ഇത് എത്ര പോലീസിനെ വെച്ച് നടന്നാലും ചെയ്യും, മനസ്സിലായോ? അതാണ് യൂത്ത് കോൺഗ്രസ്. ഓർത്തോ, അതാണ് യൂത്ത് കോൺഗ്രസ് കേട്ടോ. അഴിമതി കാണിക്കാനും തോന്നിയവാസമാണ് ഈ GCDയിൽ നടക്കുന്നത്. നമ്മൾ ഉമാ തോമസിന്റെ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഇവിടെ പ്രതിഷേധം ഉടനെ അന്ന് കൊടുത്ത കരാറിന് പോലും അനുമതി ഇല്ല എന്നുള്ളത് നമ്മളത് ആരോപിച്ചതാണ്. ഇന്ന് ഇപ്പൊ മെസ്സിനെ കൊണ്ടുവന്ന് വലിയൊരു ഫുട്ബോൾ മാച്ച് ഇവിടെ നടത്തും എന്നതിന്റെ പേരിൽ അവരൊരു അഴിമതി കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വിചാരിച്ച രീതിയിൽ നടന്നത്. ദൈവം ഇവിടെ ആരാധകരൊപ്പം നികുതി കൊടുക്കുന്ന ജനങ്ങളിലൊപ്പമാണ്. അതുകൊണ്ട് അതായത് മെസ്സി വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണ്. അപ്പൊ ഈ പറഞ്ഞ അഗസ്റ്റിനും ഈ പറഞ്ഞ GCDA ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് അതിന് പകരം ആരെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണമല്ലോ. നമ്മൾ കണ്ടാണ് കോട്ടയം കുന്നച്ചിൽ മോഹൻലാലിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ജനങ്ങളവിടെ കൂട്ടിയിട്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്നിവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ മെസ്സി ചതിച്ചെങ്കിലും മെസ്സി വരാനുള്ള ഒരു സാഹചര്യം കഴിച്ചില്ല എങ്കിലും അതിന്റെ പേരിൽ അഴിമതി കാണിക്കാൻ നിന്ന ആളുകളെ എല്ലാം നാണം കെടുത്തിക്കൊണ്ട് നിന്നൊരു സാഹചര്യം അവർക്ക് നാണം കെടുത്തി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും പ്രബലനായിട്ടുള്ള ഇത്രയും ആളുകളുടെ മനസ്സിലിടം പിടിച്ചിട്ടുള്ള നമ്മളെ പച്ചക്കുളം ഇത് കണ്ടിട്ടെങ്കിലും നാണം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക സമരമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ യോഗം നടക്കുമ്പോൾ വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഈ സമരം പ്ലാൻ ചെയ്തതാണ്. ഇവിടെ ഒരുപാട് പോലീസുകാരെ കൂട്ടി ഞങ്ങളെ കയറാൻ അനുവദിക്കില്ല എന്ന് കാണിച്ചപ്പോൾ ആ ഒരു വാശി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്റ്റേഡിയത്തിൽ പോയി ചെയ്യാം. ആ ഒരു വാശി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികളുമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ കുറിച്ച് അവർക്കറിയില്ല. എത്ര പോലീസിന്റെ പിൻബലമുണ്ടെങ്കിലും ആരൊക്കെ തടഞ്ഞാലും എത്ര വലിയ ബാരിക്കേഡ് വെച്ചാൽ ശരി അതെല്ലാം ഭേദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അതായത് ആരെങ്കിലും ഇവിടുത്തെ നാശനഷ്ടം ഉണ്ടായ അതിന്റെ ഉത്തരവാദിത്വം പോലീസുകാർക്കായിരിക്കും കേട്ടാ. പോലീസുകാർക്കായിരിക്കും. മെസ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഈ അഴിമതി കൊള്ളയെ കാണിച്ചിട്ട് പച്ചക്കുളം
ഈ പോലീസുകാർ പോലും യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് കഴിയാത്ത ഈ യൂണിഫോം ഇട്ടേക്കൊണ്ടാണ്.